സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ്. വിവിധ വേദികളിൽ മത്സരാർത്ഥികൾ മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ജി.ആർ. അനിൽ ഇപ്പോൾ പഞ്ചവാദ്യം നടക്കുന്ന വേദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മിനിസ്റ്റർ നേരത്തെ തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ ആ സംഘത്തിൻ്റെ പഞ്ചവാദ്യം മുഴുവൻ കണ്ടു നിൽക്കുന്നത് കണ്ടു. എങ്ങനെയാണിത് ആസ്വദിക്കുന്നുണ്ടോ? വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭാഗമാണോ പഞ്ചവാദ്യം? അതെ, വളരെ നന്നായി. കാരണം കേരളത്തിൻ്റെ തനത് കലകളല്ലേ ഇതെല്ലാം. അത് സ്വാഭാവികമായിട്ട് ഏതൊരു മലയാളിയെ സംബന്ധിച്ചും ആ താളം കേൾക്കുമ്പോൾ അത് പൂർണ്ണമായി കേൾക്കാൻ നിന്ന് പോകും. അത്ര കണ്ട് കുട്ടികളും നല്ല മികവ് പ്രകടിപ്പിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ പൂജപ്പുര ഇതിൻ്റെ എല്ലാം ഒരു കേന്ദ്രമാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ആസ്വാദകരും നല്ല കേൾവിക്കാരും കാഴ്ചക്കാരുമായി ഈ പരിസരത്തുള്ള ആളുകളും വളരെ ശാന്തമായി നിന്ന് അത് ആസ്വദിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ പല മത്സരങ്ങളുടെയും ശാസ്ത്രീയ വശങ്ങൾ അറിയാതെയാണ് നമ്മളെപ്പോലെ സാധാരണക്കാർ ആസ്വദിക്കുന്നത്. ഇപ്പോൾ പഞ്ചവാദ്യത്തിന് എന്തൊക്കെയോ ശാസ്ത്രീയ വശങ്ങൾ, ഈ 5 വാദ്യങ്ങളുടെ അകമ്പടിയോട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മിനിസ്റ്റർ അതിനെപ്പറ്റി അറിവുണ്ടോ, അതോ നമ്മൾ സാധാരണക്കാരൻ എന്ന നിലയിലുള്ള ഒരു ആസ്വാദനമാണ്? അതൊക്കെ ജഡ്ജസ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് സാധാരണ ആളുകളുടെ കൺമുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു താല്പര്യമാണ് ഞാനും പ്രകടിപ്പിച്ചത്. വേദികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു, എല്ലാ വേദികളും ഒരുങ്ങിക്കഴിഞ്ഞു, കുട്ടികളൊക്കെ മാറ്റിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു കലോത്സവത്തെ മിനിസ്റ്റർ നോക്കിക്കാണുന്നത്? ഇത്തവണ കലോത്സവം നല്ല ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. അതുപോലെ നല്ല കാലാവസ്ഥയാണ്, നല്ല സാഹചര്യമാണ്. തലസ്ഥാനമായതുകൊണ്ട് തന്നെ നല്ല മികവോടുകൂടി സംഘടിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങൾ അതിജീവിച്ച ശേഷം നമ്മൾ എത്തുന്നൊരു കലോത്സവം കൂടിയാണ്. ചൂരൽമലയിലെ കുട്ടികൾ ഉൾപ്പെടെ എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. അതെ, നമ്മളെപ്പോഴും ദുരന്തങ്ങൾ അതിജീവിച്ച പാരമ്പര്യമാണ് മലയാളിക്കുള്ളത്. അതുകൊണ്ട് ഏതിനെയും നമ്മൾ അതിജീവിക്കും. എല്ലാ ദുരന്തങ്ങളെയും, ഏറ്റവും വലിയ പ്രളയം, കോവിഡ്, അതുപോലെ തന്നെ ഇപ്പം ചൂരൽമലയിൽ ഉണ്ടായ സംഭവങ്ങൾ, ഇതെല്ലാം അതിജീവിക്കുന്ന മലയാളിയുടെ മനസ്സ് നമ്മൾ ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ്. വിദ്യാർത്ഥികളാണെങ്കിലും ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ചിന്തകളാണ് ഇത്തരം കലാമേളകളിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും പാഠ്യേതര വിഷയങ്ങളിലും നമുക്ക് നൽകാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ മലയാളികൾ ഏതിനെയും അതിജീവിക്കും. എല്ലാ വേദികളിലേക്കും എത്തും മിനിസ്റ്റർ. എല്ലാ വേദികളും. എന്തായാലും കലോത്സവം പുരോഗമിക്കുകയാണ്. മിനിസ്റ്റർ ജി.ആർ. അനിൽ പഞ്ചവാദ്യം തുടങ്ങി അവസാനിക്കുന്നത് വരെ അത് കേട്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മിനിസ്റ്റർ മറ്റു വേദികളിലേക്ക് കൂടി എത്തും. ഇവിടെ പൂർണ്ണ സജ്ജമാണ്. കലോത്സവത്തിന് കുട്ടികളും സജ്ജമാണ്. ഒരു ഗംഭീരമായ ഉത്സവത്തിന് തന്നെയാണ് അനന്തപുരി ഒരുങ്ങിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.